അന്യമായി കൊണ്ടിരിക്കുന്ന കത്തെഴുത്ത് കലയെ പ്രോത്സാഹിപ്പിക്കാനായി കൊടകരയിൽ സ്നേഹലേഖന മത്സരം സംഘടിപ്പിക്കും. അന്യമായി കൊണ്ടിരിക്കുന്ന കത്തെഴുത്ത് കലയെ പുനരുജ്ജീവിപ്പിക്കുക, സ്നേഹം തുറന്ന് പ്രകടിപ്പിക്കാനുള്ള കഴിവിനെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കൊടകരയിലെ സ്നേഹ ആർട്സ് മ്യൂസിയത്തിൽ സ്നേഹലേഖന മത്സരം സംഘടിപ്പിക്കുമെന്ന് മ്യൂസിയം ക്യൂറേറ്റർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇഷ്ടമുള്ള ഒരാൾക്ക് സ്വന്തം കൈപ്പടയിൽ കടലാസിൽ പേന കൊണ്ട് മലയാളത്തിൽ എഴുതിയ കത്ത് സ്നേഹ മ്യൂസിയത്തിൻ്റെ വിലാസത്തിലേക്കാണ് അയക്കേണ്ടത്. ഏറ്റവും നല്ല കത്തുകൾ ഒക്ടോബർ 20 മുതൽ ഒരു മാസക്കാലം വരെ സ്നേഹ മ്യൂസിയത്തിൽ നടക്കുന്ന ലവ് ലെറ്റർ എക്സിബിഷനിലേക്ക് തിരഞ്ഞെടുക്കും. തുടർന്ന് അവ സ്നേഹ മ്യൂസിയത്തിൻ്റെ സ്ഥിരം ശേഖരത്തിൽ സൂക്ഷിക്കും. തിരഞ്ഞെടുക്കപ്പെടുന്ന കത്തുകൾ എഴുതിയവർക്ക് പ്രദർശനത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ സർട്ടിഫിക്കറ്റുകളും സമ്മാനങ്ങളും നൽകും. ജീവിച്ചിരിക്കുന്നതോ മരണപ്പെട്ടതോ ആയ ഒരു യഥാർത്ഥ വ്യക്തിക്ക് തന്നെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് കത്ത് എഴുതേണ്ടത്. ഒരു ഇൻലൻഡ് ലെറ്റർ കാർഡിൻ്റെയോ A4 ഷീറ്റിൻ്റെയോ ഒരു വശത്ത് ഒതുങ്ങുന്നതാകണം. ഇന്ത്യൻ പോസ്റ്റൽ ദിനമായ ഒക്ടോബർ 10 മുമ്പ് സ്നേഹ മ്യൂസിയത്തിൽ ലവ് ആർട്സ് മ്യൂസിയം, അഴകം, NH സർവീസ് റോഡ്, കൊടകര, തൃശൂർ എന്ന വിലാസത്തിൽ കത്തുകൾ ലഭിക്കണം. മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്ക് പ്രായപരിധിയോ പ്രവേശന ഫീസോ ഇല്ല. മ്യൂസിയം ക്യൂറേറ്റർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൻ, ഓഫീസ് മാനേജർ സിൽജ അരുൺ, പബ്ലിസിറ്റി മാനേജർ സ്മിഷ M എന്നിവർ വാർത്താസമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു. നമ്മുടെ സാങ്കേതികവിദ്യ ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നാം ആശയവിനിമയം നടത്തുന്ന രീതിയും മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഇമെയിലും വാട്സപ്പും അതുപോലെ മറ്റ് സാങ്കേതിക വിദ്യകളും ഒക്കെ ഉപയോഗിച്ച് ആശയവിനിമയം നടത്തുന്ന ഒരു രീതിയിലേക്ക് എല്ലാവരും മാറിക്കഴിഞ്ഞു. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് നഷ്ടപ്പെടുന്ന കുറച്ച് കഴിവുകളുണ്ട്. അതിലൊന്നാണ് കത്തെഴുതാനുള്ള കഴിവ്. കൈകൊണ്ട് സ്വന്തം കൈപ്പടയിൽ ഒരു കടലാസിൽ പേന കൊണ്ട് കത്തെഴുതുന്ന രീതി. മനസ്സിലുള്ള ഇഷ്ടം, അത് അച്ഛനോടോ അമ്മയോടോ സഹോദരങ്ങളോടോ സുഹൃത്തുക്കളോടോ കാമുകനോടോ കാമുകരോടോ ഒക്കെ ആയിക്കോട്ടെ, ആ ഒരു മനസ്സിലുള്ള ഇഷ്ടം വാക്കുകളായിട്ട് സ്വന്തം കൈപ്പടയിൽ എഴുതി ഒരു കത്തായി അയക്കുന്ന ആ ഒരു കല തന്നെയായിരുന്നു അത്. ആ കല നമുക്ക് ഏകദേശം മിക്കവാറുമൊക്കെ കൈമോശം വന്നു കഴിഞ്ഞു. അതിനെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കൊടകരയിലെ സ്നേഹ മ്യൂസിയം അഥവാ ആർട്ട് മ്യൂസിയം ഓഫ് ലവ് ഒരു സ്നേഹലേഖന മത്സരം സംഘടിപ്പിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് ആരോടുള്ള ഇഷ്ടമോ ആയിക്കോട്ടെ, മാതാപിതാക്കളോടോ സഹോദരങ്ങളോടോ കാമുകനോടോ കാമുകിയോടോ ആരോടോ ആയിക്കോട്ടെ, അത് നിങ്ങളുടെ സ്വന്തം കൈപ്പടയിൽ ഒരു ഇൻലൻഡ് ലെറ്റർ കാർഡിൻ്റെ ഒരു വശത്ത്, അതല്ലെങ്കിൽ ഒരു A4 ഷീറ്റിൻ്റെ ഒരു വശത്ത് നിങ്ങളുടെ ഭാവനയും സ്നേഹവും ഒക്കെ ചാലിച്ച് എഴുതി സ്നേഹ മ്യൂസിയത്തിന് അയക്കുക. അതൊരു തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഒക്ടോബർ 10 മുമ്പാണ് ഈ ലെറ്ററുകൾ നമുക്ക് കിട്ടേണ്ടത്. തിരഞ്ഞെടുത്ത ലെറ്ററുകൾ ഒക്ടോബർ 20 തുടങ്ങുന്ന ലവ് ലെറ്റർ എക്സിബിഷനിൽ ഇവിടെ പ്രദർശിക്കപ്പെടും. മാത്രമല്ല, ഏറ്റവും നല്ല ലേഖനങ്ങൾ മ്യൂസിയത്തിൻ്റെ സ്ഥിരം ശേഖരത്തിൽ കാലാകാലം സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്യും.